കർത്താവ് നിങ്ങളോടുകൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 15 9 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടത് ജെറൂസലേം സൂനകദോസ് നടക്കുന്നതും അതിലുണ്ടായ ചർച്ചകൾ, അവിടെ എടുക്കപ്പെട്ട തീരുമാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതെല്ലാം വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അത്യാവശ്യമായ കാര്യങ്ങളും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ സ്ഥാനം കൽപ്പിക്കേണ്ട കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളുണ്ട്. സുപ്രധാനമായ കാര്യങ്ങൾ ഒരിക്കലും അപ്രധാനമാക്കരുത്. അപ്രധാനമായത് സുപ്രധാനമായിട്ട് കാണുന്നത് അത് മാർഗഭ്രംശം സംഭവിച്ചതിൻ്റെ ഒരു സൂചനയാണ്. ഗലാത്യർ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസിനും പത്രോസിനും ഇടയ്ക്ക് ഒരു അഭിപ്രായ ഭിന്നത. അവരത് അഭിപ്രായ ഭിന്നത മാറ്റിയെടുത്തത് അവർ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു, അതിലൂടെയാണ്. അതല്ലാതെ വഴക്കുണ്ടാക്കി തീർക്കുമല്ല ചെയ്തത്. അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പരസ്പരം വാശി വൈരാഗ്യത്തിൽ കഴിയുമല്ല ചെയ്തത്. നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലാണേലും അഭിപ്രായ ഭിന്നത വരാം, പക്ഷെ അത് നമ്മൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇനി അഭിപ്രായ ഭിന്നത എന്തിൻ്റെ പേരിലായിരുന്നു എന്ന് നമുക്കറിയാം. പൗലോസ്ലീഹ അറിയപ്പെടുന്നത് വിജാതീയരുടെ അപ്പസ്തോലൻ എന്നാണ്. വിജാതീയർക്ക് വേണ്ടി വാദിച്ച പൗലോസിനെ കാണാൻ പറ്റും. പത്രോസ് ആണെങ്കിൽ യഹൂദർക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പത്രോസ് വാശിയോടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, രക്ഷ പ്രാപിക്കുന്നത് പരിച്ഛേദനത്തിലൂടെയാണ്. വിജാതീയരാണേലും അവർ വിശ്വാസം സ്വീകരിച്ച് കഴിയുമ്പോൾ പരിച്ഛേദനം സ്വീകരിക്കണം. എന്നാൽ പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്നത് പരിച്ഛേദനത്തിൻ്റെ ആവശ്യമില്ല, രക്ഷ പ്രാപിക്കുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ്. ഒന്ന്, യേശുവിലുള്ള വിശ്വാസം. 2, ദൈവത്തിൻ്റെ കൃപ. കൃപയാലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്, അല്ലാതെ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. ഇനി പരിച്ഛേദനം 2 രീതിയിൽ ഉണ്ടാകാം. ഒന്ന്, അഗ്രചർമ്മം മുറിച്ചുകൊണ്ടുള്ള ബാഹ്യമായ പരിച്ഛേദനം. യഹൂദർക്കത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. എന്നാൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ നേരത്തെ ഈ പരിച്ഛേദനം പ്രാപിച്ചവരാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, പ്രാപിക്കാത്തവർ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവരെ അതിന് നിർബന്ധിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ അഗ്രചർമ്മം മുറിച്ചുകൊണ്ടുള്ള പരിച്ഛേദനത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അധമ വികാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആന്തരിക പരിച്ഛേദനം. ഇത് വിജാതീയർ സ്വീകരിച്ചു. അവർ യേശുവിലേക്ക് വന്ന് യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവരത് സ്വീകരിച്ചു. പറയുകൊണ്ട് അവർ രക്ഷ പ്രാപിക്കുന്നത് അതിലൂടെയാണ്. നമ്മൾ എന്തിനാണ് അവരെ ഈ കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനത്തിന് നിർബന്ധിക്കുന്നത് എന്നതായിരുന്നു പൗലോസ്ലീഹ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആദ്യം പത്രോസിന് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പത്രോസ് തന്നെ നേരെ കണ്ടൊരു കാര്യമാണ്, വിജാതീയർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ ദർശിച്ചൊരു കാര്യമാണിത്. പറയുകൊണ്ട് നമ്മളിനി പരിച്ഛേദനത്തിന് അവരെ നിർബന്ധിക്കേണ്ട കാര്യമില്ല, അതല്ല പ്രധാനപ്പെട്ടത്. അങ്ങനെ ഇവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ ആദ്യ വായനയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. പറയുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ധന്യമാകണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അതിന് പ്രാധാന്യം കൽപ്പിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം.
അതല്ലാതെ നമുക്ക് സൗകര്യപ്രദമായ കുറച്ച് കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ കുറേ പാരമ്പര്യങ്ങളെക്കുറിച്ച് വാദിച്ച് അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അതാണ് പ്രധാനപ്പെട്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയല്ല ചെയ്യേണ്ടത്. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ദൈവം വിജാതീയരെന്നും സ്വജാതീയരെന്നും ആളുകളെ വേർതിരിക്കുന്നത്. നമ്മൾ വേണമെങ്കിൽ കളറും ഷേപ്പും പാരമ്പര്യവും അങ്ങനെയുള്ള പലതും കണ്ടിട്ട് ഇങ്ങനെയൊരു വ്യത്യാസം കാണിച്ചേക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ അറിയാത്തവരാണ് വിജാതീയർ. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവർ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും കളറുണ്ടെങ്കിലും പാരമ്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ദൈവത്തെ അറിഞ്ഞവരായതുകൊണ്ട് അവരാണ് സ്വജാതീയരെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. അപ്രധാനമായത് സുപ്രധാനമാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു നന്മ നമ്മൾ നശിപ്പിക്കരുത് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മൾ കണ്ടു, ചെറിയൊരു വചനഭാഗമായിരുന്നെങ്കിലും ഒരുപാട് അർത്ഥമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഏതാനും വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. 3 കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമാണ് എന്നുള്ളത് ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൽ വസിക്കുന്ന വ്യക്തിയാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വസിക്കുന്ന വ്യക്തി, ദൈവത്തിൽ വാസം ചെയ്യുന്നവർ. നമ്മൾ കാണുന്നുണ്ട്, ആദ്യത്തെ ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞൊരു കാര്യം, എവിടെയാണ് ഗുരു അങ്ങ് വസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വന്ന് കാണുക എന്ന് പറഞ്ഞു. അവർ ചെന്ന് കണ്ടു, എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് കൂടെ വസിച്ചു. ഇതാണ് യോഹന്നാൻ 1-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുക, ചെന്ന് കണ്ടു, അവർ കൂടെ വസിച്ചു. പറയുന്നുണ്ട്, ദൈവത്തിൽ വസിക്കേണ്ടവരാണ് ദൈവമക്കൾ. അത് നമ്മുടെ വീട്ടിലാണേലും, നമ്മൾ വേണമെങ്കിൽ കടൽ തീരത്താണേലും ചന്തയിലാണേലും എവിടെയാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അല്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ നമ്മുടെ ആത്മീയത അതെല്ലാം മറന്നിട്ട് നമ്മൾ ജീവിക്കുകയല്ല ചെയ്യേണ്ടത്. ദൈവത്തിൽ വസിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. രണ്ടാമതൊരു കാര്യം, ഇതിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ അനുസരിക്കുന്നവരായിട്ട് മാറണം. യേശു തന്നെ പറഞ്ഞൊരു കാര്യം, പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചാണ് ഞാൻ പിതാവിൽ വസിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്നിൽ വസിക്കുന്നവരായിട്ട് മാറും. പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കണം, അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. 3-ാമതൊരു കാര്യം കൂടി നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ്, നമ്മൾ പരസ്പരം സ്നേഹിക്കണം. 1 യോഹന്നാൻ 3:11, 4:11 ഒക്കെ വായിച്ചാൽ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമാകുന്നത്. നമുക്കറിയാമല്ലോ, വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്നെങ്ങനെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും? നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ അത് എടുത്തു കാണിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരും ദൈവത്തിൽ വസിക്കുന്നവരുമാണ് എന്ന യാഥാർത്ഥ്യമാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വളരെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് ദൈവം നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് പറയേണ്ടത്, ലോകം നമ്മെ യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന് വിളിക്കേണ്ടത്. ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് അനുദിനം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.